പല സ്കൂളുകളിലും അധ്യാപകരില്ലാത്തതുകൊണ്ട് അവരെ അധ്യാപക ബാങ്കിൽ നിന്ന് നിയമിക്കേണ്ടതാണ്. പക്ഷേ അധ്യാപക ബാങ്കിൽ കൃത്യമായി ആളില്ലാത്തതുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരും ഡെയിലി വേജസിനാണ് നിയമിക്കുന്നത്. അതേപോലെ ഒരു ന്യൂലി സ്കൂൾ 1979 ശേഷമുള്ള സ്കൂളാണെങ്കിൽ ആ സ്കൂളിൽ ഒരു പോസ്റ്റ് നിർബന്ധമായും പ്രൊട്ടക്ഷൻ അധ്യാപനം വിട്ടുകൊടുക്കണം. അങ്ങനെ നിയമിക്കാൻ ആളില്ലായിട്ട് അവരെയും ഡെയിലി വേജസിന് വെക്കാനാണ് ആവശ്യപ്പെടുന്നത്. കാരണം ശമ്പളം വാങ്ങിക്കൊണ്ട് ജീവിച്ച ഒരാൾ ചില സാങ്കേതിക കാരണങ്ങൾ അവർ പുറത്തു പോകേണ്ടി വരികയാണ്. അങ്ങനെ പുറത്തു പോകുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകാനുള്ള സംവിധാനം ഇവിടെ എയ്ഡ് സ്കൂളിൽ ഉണ്ടായിട്ട് പോലും സർക്കാർ അത് ചെയ്യുന്നില്ല. നിലവിൽ സംരക്ഷണം നൽകേണ്ട ആളുകൾക്ക് സംരക്ഷണം നൽകാതെ ഡെയിലി ബേസ് വെക്കുന്നതിൽ മാത്രമേ എതിർപ്പുള്ളൂ. അല്ലാതെ സർക്കാർ മറ്റുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നതിന് ഞങ്ങൾക്കൊരു തടസ്സമില്ല. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപകരും ഇപ്പോൾ പൊറുതിമുട്ടിയ സാഹചര്യത്തിലാണ് ഉള്ളത്. കാരണം 2015 ശേഷം എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം നേടിയ അധ്യാപക ജീവനക്കാർ ജോലി സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകനായ പൊന്നുമണി ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. നിലവിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ടീച്ചേഴ്സ് ഉന്നയിക്കുന്നത്? 2015 ശേഷം എയ്ഡ് സ്കൂളിൽ നിയമനം നേടിയ ജീവനക്കാർക്ക് ഇതേവരെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടില്ല. അധ്യാപകരും അനധ്യാപകരും ഉണ്ട്. നിലവിൽ അധ്യാപക ബാങ്കിൽ നിർജ്ജീവമായി കിടക്കുകയാണ്. പല സ്കൂളുകളിലും അധ്യാപകരില്ലാത്തതുകൊണ്ട് അവരെ അധ്യാപക ബാങ്കിൽ നിന്ന് നിയമിക്കേണ്ടതാണ്. പക്ഷേ അധ്യാപക ബാങ്കിൽ കൃത്യമായി ആളില്ലാത്തതുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരും ഡെയിലി വേജസിനാണ് നിയമിക്കുന്നത്. ആ ഡെയിലി വേജസിന് നിയമിക്കേണ്ട ആളുകളെ ഈ അധ്യാപക ബാങ്കിൽ നിന്ന് എടുത്താൽ മതി. നിലവിൽ എയ്ഡ് സ്കൂളിൽ തന്നെ നിയമിക്കാനുള്ള സംവിധാനമുണ്ട്. 1:1 എന്ന് പറഞ്ഞ സംവിധാനം സർക്കാർ നടപ്പിലാക്കിയ അതുകൊണ്ടാണ്. ഒരു സ്കൂളിൽ അധിക തസ്തിക വന്നാൽ ആദ്യത്തെ തസ്തിക സർക്കാരിന് വിട്ടുകൊടുക്കണം. ആ അധിക തസ്തിക എന്ന് പറഞ്ഞാൽ സംരക്ഷിത അധ്യാപകനെ നിയമിക്കേണ്ട പോസ്റ്റാണ്. എന്നാൽ അധ്യാപക ബാങ്കിൽ ആളില്ലാത്തതുകൊണ്ട് ആ പോസ്റ്റിലേക്ക് സംരക്ഷിത അധ്യാപകന് പകരം ഡെയിലി വേജിന് വെക്കാനാണ് ഇപ്പോൾ ഉത്തരവിടുന്നത്. അതേപോലെ ഒരു ന്യൂലി സ്കൂൾ 1979 ശേഷമുള്ള സ്കൂളാണെങ്കിൽ ആ സ്കൂളിൽ ഒരു പോസ്റ്റ് നിർബന്ധമായും പ്രൊട്ടക്ഷൻ അധ്യാപനം വിട്ടുകൊടുക്കണം. അങ്ങനെ നിയമിക്കാൻ ആളില്ലായിട്ട് അവരെയും ഡെയിലി വേജസിന് വെക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതേപോലെ UP LP സ്കൂളിലൊക്കെ HMമാർക്ക് ക്ലാസ് ചാർജിൽ നിന്ന് ഒഴിവാകുന്ന അവസ്ഥ ഉണ്ട്. അതിന് HTV വേക്കൻസി എന്ന് പറയും. ആ വേക്കൻസിയിലും ആളുകൾക്ക് ആളില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡെയിലി ബേസിന് ആളെ വെക്കുന്നു. ഈ ഡെയിലി ബേസിന് വെക്കുന്നതിന് പകരം നിലവിലുള്ള പുറത്തുപോയ 518 അധ്യാപകരാണ് വേരാവകാശ പ്രകാരം ഞങ്ങൾ കണക്കെടുത്ത സമയത്ത് കിട്ടിയിരിക്കുന്നത്. ആ 518 അധ്യാപകരെ നിയമിച്ചാൽ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നിലവിൽ 2015 വരെ മാത്രമേ പ്രൊട്ടക്ഷൻ അനുഭവിച്ചിട്ടുള്ളൂ. അത് 2024 വരെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം മുഴുവൻ പരിഹരിക്കാം. നിലവിൽ ഈ അടുത്തുള്ള വിവരാവകാശ വിവരം പ്രകാരം ശേഖരിച്ച വിവരത്തിൽ നിന്ന് 518 പേരാണ് പുറത്തു പോയതായിട്ട് കാണുന്നത്. ആ പുറത്തു പോയ ആളുകൾക്ക് ശമ്പളമില്ലാതെ ജോലി ഇല്ലാതിരിക്കുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ അവരെ ഈ ബാങ്കിലേക്ക് ഉൾപ്പെടുത്തുകയും അവരെ ഈ സ്കൂളിലേക്ക് ഡിപ്ലോയ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജോലി സുരക്ഷിതത്വമായി അവർക്ക് പ്രശ്നമില്ലാതെ ജീവിക്കാൻ പറ്റും. കാരണം ശമ്പളം വാങ്ങിക്കൊണ്ട് ജീവിച്ച ഒരാൾ ചില സാങ്കേതിക കാരണങ്ങൾ അവർ പുറത്തു പോകേണ്ടി വരികയാണ്. അങ്ങനെ പുറത്തു പോകുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകാനുള്ള സംവിധാനം ഇവിടെ എയ്ഡ് സ്കൂളിൽ ഉണ്ടായിട്ട് പോലും സർക്കാർ അത് ചെയ്യുന്നില്ല. സർക്കാർ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്നാണ്? സർക്കാർ ചെയ്യാത്തതിനെ പറ്റി വിശദീകരണം പറഞ്ഞില്ല. പറയുന്നത് വെച്ചാൽ നമ്മുടെ ധനകാര്യ വകുപ്പിൻ്റെ അനുമതി കിട്ടിയിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പൊക്കെ ഓക്കെയാണ്, എന്നാൽ ധനകാര്യ വകുപ്പിൻ്റെ അനുമതി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ അന്വേഷിച്ച സമയത്ത് നമ്മൾ നിവേദനങ്ങൾ ധനകാര്യ വകുപ്പിന് കൊടുത്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൊടുത്തിട്ടുണ്ട്. ഫയൽ അവർ പഠിക്കുകയാണെന്നാണ് പറയുന്നത്. നിലവിൽ ഈ ഞങ്ങൾ കൃത്യമായി നമ്മുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്ന രീതിയിലൊക്കെ വെക്കാം. യാതൊരു കാരണവശാലും ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റേണ്ടതില്ല. എയ്ഡ് സ്കൂളുകൾ ജീവനക്കാരെ നിയമിക്കാൻ ഇവിടെ തന്നെ സംവിധാനമുണ്ട്. എയ്ഡ് സ്കൂളിൽ തന്നെ സംവിധാനമുണ്ട്. മാനേജർ വിട്ടുകൊടുത്ത പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിലേക്ക് അവരെ ഡിപ്ലോയ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ആകുമ്പോൾ അവിടുത്തെ ഓഫീസിലുള്ള ആളുകൾക്കും വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിലുള്ള ആളുകൾക്കും വളരെ കാര്യങ്ങൾ സുഗമമായി കൊണ്ടുപോകാം. ഈ ഡെയിലി ബേസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേപ്പർ വർക്കായിട്ട് കാലതാമസം എടുക്കുകയാണ്. അതിലും പകരം എന്താണ്, ഇവരെ ജൂൺ മാസത്തിൽ അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ശമ്പളവും കാര്യങ്ങളൊക്കെ അവരുടെ മാതൃ സ്കൂളിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ യാതൊരു പ്രശ്നം അവർക്ക് വരുന്നില്ല. ഇത് സർക്കാർ നീതിപരമായും ചെയ്യേണ്ട കാര്യമാണ്. കൊണ്ടുവന്ന അവസ്ഥയാണ് ഇല്ലാതാക്കേണ്ടത്. ഉടൻ തന്നെ പരിഹാരം കാണാൻ വേണ്ടി സർക്കാർ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ഡെയിലി വേജസ് അധ്യാപകർ വരുന്നതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരുന്നത്? ഡെയിലി വേജ് വരുന്നതിനെ കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഞങ്ങളുള്ള ആളുകൾ പുറത്ത് നിൽക്കുമ്പോൾ ഡെയിലി വേജ് വെക്കുന്നതിന് മാത്രമേ നമുക്ക് എതിരുള്ളൂ. കാരണം അതുകൊണ്ടാണോ ഈ അധ്യാപക ബാങ്കുകളിൽ അധ്യാപകരില്ലാത്തത്? അല്ല അധ്യാപക ബാങ്കിൽ ഇല്ലാത്ത വെച്ചാൽ അധ്യാപകർ കണക്ക് പ്രകാരം ഈ പ്രൊട്ടക്ഷൻ 15 വരെ എത്തുന്നുള്ളൂ. 15 വരെയുള്ള ആളുകൾ മാത്രമേ അധ്യാപക ബാങ്കിൽ ഉൾപ്പെടുന്നുള്ളൂ. അങ്ങനെ ഉൾപ്പെടുന്ന അവിടെ അധ്യാപക ബാങ്കിൽ ആളില്ലാത്തത് കൊണ്ടാണ് ഓരോ ജില്ലയിലും, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അന്വേഷിച്ച് നോക്കിയാൽ 286 ആൾ ഡെയിലി വേജസ് ആണ്. മലപ്പുറം ജില്ല 500 ചില്ലാണ് ആളുകൾ ഡെയിലി ബേസ് ആണ്. ഓരോ ജില്ലയിലും നമ്മൾ കൃത്യമായ കണക്കുണ്ട്. ഓരോ ജില്ലയിലും ഡെയിലി ബേസിന് കൊടുക്കുകയാണ്. ഈ ഡെയിലി ബേസ് വരുന്നതിനെ കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. നിലവിൽ സംരക്ഷണം നൽകേണ്ട ആളുകൾക്ക് സംരക്ഷണം നൽകാതെ ഡെയിലി ബേസ് വെക്കുന്നതിൽ മാത്രമേ എതിർപ്പുള്ളൂ. അല്ലാതെ മറ്റുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നതിന് ഞങ്ങൾക്കൊരു തടസ്സമില്ല. നിലവിൽ ഇവർക്ക് സംരക്ഷണം പുറത്ത് നിൽക്കുകയും
ഇവർ ശമ്പളം ഇല്ലാതെ പുറത്ത് നിൽക്കുകയും വേറൊരാളെ ഡെയിലി ബേസ് കൊടുക്കുകയും ചെയ്യുന്നതിൽ മാത്രമേ ഞങ്ങൾക്ക് എതിർപ്പുള്ളൂ. എന്നാൽ ഇവരെയും കൂടി സംരക്ഷണം കൊടുത്തിട്ട് ബാക്കി വരുന്ന സീറ്റിൽ ഡെയിലി ബേസ് കൊടുത്തതിന് ഒരു തടസ്സമില്ല. കാരണം എല്ലാവർക്കും ജോലി കിട്ടണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാൽ നിലവിൽ ജോലിയില്ലാതെ പുറത്ത് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത് കൃത്യമായ എണ്ണം പറഞ്ഞാൽ 518 ആളുള്ളൂ. എന്നാൽ ഓരോ ജില്ലയിലും ഇത്തരത്തിലുള്ള ആളുകളെ ഡെയിലി ബേസിന് വെക്കുകയാണ്. ഇവരെ ഡിപ്ലോയ് ചെയ്താൽ മതി. അവർ ജില്ല മാറി വർക്ക് ചെയ്യാനൊക്കെ എവിടെയും തയ്യാറാണ്. കാരണം അവർ ജോലിയാണ് പ്രധാനം. കാരണം ശമ്പളം കിട്ടാതെ ഒരാൾക്ക് ജീവിക്കാൻ പ്രയാസമാണല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ ഉടൻ തന്നെ സർക്കാർ നീതിപരമായ തീരുമാനം എടുക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൃത്യമായി എയ്ഡഡ് സ്കൂൾ നിയമിക്കാനുള്ള സംവിധാനമുണ്ട്. അത് ഞങ്ങൾ കൊടുത്ത നിവേദനത്തിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവിൻ്റെ കോപ്പി വരെ കൊടുത്തിട്ടുണ്ട്. അത് സർക്കാർ നടപ്പിലാക്കിയാൽ മാത്രം മതി. അതിന് സർക്കാർ ഇടപെടുന്നതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച അങ്ങനെ എന്തെങ്കിലും നടന്നിരുന്നോ? ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങൾ നിവേദനം കൊടുത്ത് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞത് ഈ കാര്യങ്ങൾ പരിഗണിക്കാം എന്നാണ് പറഞ്ഞത്. ഞങ്ങളും കൃത്യമായി പറഞ്ഞു. അപ്പോൾ എന്ത് പറഞ്ഞാലും കൃത്യമായി അത് നമ്മുടെ എന്താ പറയുക, ധനകാര്യ വകുപ്പിൻ്റെ ആ പ്രശ്നമാണ് എല്ലായിടത്തും ഉള്ളത്. പല സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്നാണ് പറഞ്ഞത്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഇത് സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പറഞ്ഞത്. പക്ഷേ ഇത് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് ഞങ്ങൾ തെളിയിച്ചു കൊടുത്തു. കാരണം എന്താണ്, നിലവിൽ ഈ പോസ്റ്റിലേക്ക് ഡെയിലി ബേസിന് ആളെ വെക്കുകയാണ്. പകരം എന്തുണ്ട്, ഇവരെ അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ട്, ഈ അവർക്ക് പുതിയൊരാൾക്ക് ശമ്പളം കൊടുക്കേണ്ട പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ ബാക്കി ഇവരെ ഡിപ്ലോയ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ആളുകൾ മാത്രമേ ഡെയിലി ബേസിന് വെക്കേണ്ടതുള്ളൂ. അപ്പോൾ ആ സംവിധാനം ചെയ്താൽ മതി സർക്കാർ. ഞങ്ങൾ കൃത്യമായി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ കൃത്യമായ ഒരു മറുപടി നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇതിപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണോ തീരുമാനം? എന്താണ്? അതെ, കൃത്യമായി ഞങ്ങൾ അനിശ്ചിതമായ സമരം തീരേണ്ടത്. കാരണം 518 ആളുകൾ പുറത്ത് നിൽക്കുകയാണ്. ഈ 518 ആളുകൾ അവരുടെ വിശപ്പിൻ്റെ പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ വേണ്ടി അവർ തെരുവിലിറങ്ങേണ്ടി വരും. ഇതേപോലെ നീണ്ട ധർണ നടത്തേണ്ടി. ഇത് ഞങ്ങളൊരു സൂചനയാണ്. ഈ സൂചന ധർണ സർക്കാർ അത് മനസ്സിലാക്കണം. സർക്കാർ ഈ വിഷയമുണ്ട് എന്ന് വെറും നിവേദനത്തിലൂടെ മാത്രം പോരാ, ഞങ്ങളുടെ പ്രതിഷേധമുണ്ട് എന്ന് സർക്കാർ അറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്ത്. അല്ല, സർക്കാരിനെ അട്ടിമറിക്കാനല്ല, കൃത്യമായി ഞങ്ങളുടെ വിഷയത്തിൽ സർക്കാർ ഇടപെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു മൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഈ തരത്തിൽ ഇങ്ങനെ പരിഹരിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ അനിശ്ചിതകാല ധർണയും നിരാഹാരവും മറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തേണ്ടി വരും. അതിലേക്കൊന്നും പോവാതെ പ്രശ്നം പരിഹരിക്കാനുള്ള സംവിധാനം ഉള്ളത് കൊണ്ട് അത് ഞങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് സർക്കാർ അംഗീകരിച്ച് തരുന്ന മാത്രമാണ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിപ്പോൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള അധ്യാപകരാണോ? അതെ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട്. ഇന്നിപ്പോൾ ഒരു പൊതു പണിമുടക്ക് നടക്കുകയാണ്. ആ പണിമുടക്കിനിടയിലും ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. ആ പണിമുടക്കിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പല വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ഉന്നയിക്കുന്ന പ്രധാന വിഷയം എയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് 2015 ശേഷം നാളെ ഇതുവരെ പ്രൊട്ടക്ഷൻ ലഭിച്ചിട്ടില്ല, ജോലി സുരക്ഷിതത്വം ലഭിച്ചിട്ടില്ല. അത് ലഭിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ മുദ്രാവാക്യം മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എയ്ഡഡ് സ്കൂൾ ജീവനക്കാർ ഇന്നിവിടെ ധർണ നടത്തുന്നത്.